ജൂലൈ 12, 2038 ഒരു വലിയ ഉൽക്കം നമ്മുടെ ഭൂമിയിൽ വന്ന് വീഴാൻ പോവുകയാണ്. മിനിമം 1 കോടി ജനങ്ങളെങ്കിലും മരിക്കുമെന്നാണ് നാസ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസിലായിക്കോട്ടെ, എൻ്റെ DM-ലായിക്കോട്ടെ, വാട്സാപ്പിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടുവരുന്നത്. അപ്പോൾ ഈ കാള പെറ്റ ഉടനെ കയറെടുക്കുന്ന ഒരു മീഡിയാസ് എന്ന് പറഞ്ഞ ലോകത്താണ് ശരിക്കും നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ ശരിക്കുള്ള സത്യാവസ്ഥ എന്താണ്, അത് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ വർഷം ഏപ്രിൽ 2 3 ആയപ്പോൾ നാസ ഉൾപ്പെടെ ഒരു 25 ഓർഗനൈസേഷൻസ് ഇങ്ങനെ ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു ഡിസ്കഷൻ നടത്തി. ഓക്കെ, അതിൽ നാസ പ്രപ്പോസ് ചെയ്ത ഒരു സംഭവമാണ് നമ്മുടെ ഭൂമിയിലേക്ക് ഇപ്പോൾ ഒരു ആസ്ട്രോയിഡ് വന്ന് ഇടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ ഒരു 5-6 വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരു ആസ്ട്രോയിഡ് വന്ന് ഇടിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും അത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഭൂമിയിൽ ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നടക്കുന്നുണ്ട്. അതായത് ഭൂമിയിലേക്കാവട്ടെ, സുനാമി ആവട്ടെ, ഹെറിക്കെയിൻസ് ആവട്ടെ. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് കേവലം ദിവസങ്ങൾക്കും കേവലം മണിക്കൂറുകൾക്ക് മുമ്പേ മാത്രമായിരിക്കുള്ളൂ. പക്ഷേ ഈ ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ആസ്ട്രോയിഡിന്റെ ട്രജക്ടറി, ഇതിന്റെ സ്പീഡും ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സപ്പോസ് ഇത്തരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കും, അതായത് ഈ വർഷം ഈ സമയത്ത് ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കുന്നു നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം മുതൽ ഇത്തരം വർഷങ്ങൾ കൊണ്ട് ആ ഒരു സംഭവം സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു സംഭവമാണ് ശരിക്കും നാസ ശരിക്കും പുറത്തേക്ക് കൊണ്ടുവന്നത്. അതായത് നമ്മുടെ ഹ്യൂമാനിറ്റി ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിരിക്കും ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് എന്തൊക്കെ പറ്റും, ആ ഒരു സംഭവം ഹൈപ്പോത്തസൈസ് ചെയ്തതാണ് ശരിക്കും ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് 2038 ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കുന്നത് നാസ ശരിക്കും പറഞ്ഞതല്ല, അതൊരു സിമുലേഷനിലൂടെ ഹൈപ്പോത്തസൈസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം കേട്ടിട്ടാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കുന്നത്. അതായത് നാസ കൺഫേം ചെയ്തു, അതായത് 2038 ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ വന്നിടിക്കുന്നതൊക്കെ. അതിനെയൊക്കെ പറ്റി പറയാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം ഇത്രയും വലിയൊരു സംഭവം ഇത്രയും മിസ്ലീഡിങ് ആയിട്ട് എത്ര ജനങ്ങളിലേക്ക് ഇവർ എത്തിച്ചിട്ടുണ്ടാവും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇവിടെ സംഭവിച്ചതെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു 25 ഓർഗനൈസേഷനും കൂടിയിട്ട് ഒരു ഡിസ്കഷൻ നടത്തുകയും അതിനകത്ത് നാസ ഒരു സംഭവം പ്രപ്പോസ് ചെയ്തു. അതായത് ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ വന്നിടിക്കുന്ന ആ സംഭവങ്ങളൊക്കെ നാസ പ്രപ്പോസ് ചെയ്തു. അത് സംഭവിച്ചത് ഏപ്രിൽ 2 3 അതിനുശേഷം നാസ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു, അതായത് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. അതായത് ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് ഇടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറിലൂടെ അത് സിമുലേറ്റ് ചെയ്ത് നോക്കി. ഓക്കെ, അതായത് ഒരു ആസ്ട്രോയിഡ് ഇടിക്കുന്ന കാര്യങ്ങളൊന്നല്ല, ഇങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കാനുള്ള ചാൻസസിനെ പറ്റിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ സിമുലേറ്റ് ചെയ്തു. നമ്മളല്ല, നാസ സിമുലേറ്റ് ചെയ്തു. അതിനുശേഷം ജൂൺ 20 നാസ ഈ സിമുലേഷന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് വിടുന്നത്. അതായത് ജൂലൈ 12, 2038 ഒരു 80 മീറ്റർ തൊട്ട് ഒരു 800 മീറ്റർ വരെ വലിപ്പമുള്ള ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കാനുള്ള ചാൻസസ് 72% എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ആ ഒരു സിമുലേഷന്റെ റിസൾട്ട് ഒരൊറ്റ ഹെഡിങ്ങിലൂടെ അവർ പറഞ്ഞത്. ഈ ഒരു സംഭവം കേട്ടിട്ടാണ് നമ്മുടെ ന്യൂസിലുള്ള ആൾക്കാരും നമ്മുടെ സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാവരും തന്നെ നാസ കൺഫേം ചെയ്തു എന്നുള്ളൊരു സംഭവമായിട്ട് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ശരിക്കും പ്രപ്പോസ് ചെയ്തത് നാസയാണ്. അപ്പൊ ആൾക്കാരെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ അതിനെപ്പറ്റി മറുത്തവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതായത് നാസ അല്ല ഈ സംഭവം പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇത് ശരിയായിരിക്കും എന്നുള്ള രീതിയിലാണ് അവർ ശരിക്കും ഈ ഒരു ടോപ്പിക്കിനെ വളച്ചൊടിച്ച് ആകെ നശിപ്പിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ശരിക്കും സംഭവിച്ചത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഇവർ ക്രിയേറ്റ് ചെയ്തത് മാത്രമാണ്. ഓക്കെ, അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ശരിക്കും ഇല്ല. അവർ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സിമുലേറ്റ് ചെയ്തൊരു സംഭവം മാത്രമാണ് ഈ ആസ്ട്രോയിഡ് 72% എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ആർട്ടിക്കിളെങ്കിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിന്റെ ശരിക്കുള്ള സത്യാവസ്ഥ ഇതാണ്. നാഷണൽ ന്യൂസിലടക്കം ഈ ഒരു സംഭവം വന്നാന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇതിനെ പറ്റിയിട്ട് ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനാണ് ഒരുപാട് ആൾക്കാർ, ഒരുപാട് മീഡിയാസിന്റെ പുറകെ ഇങ്ങനെ പോകുന്നത്. ക്ലിക്ക് ബൈറ്റിനോ അല്ലെങ്കിൽ വ്യൂസിനോ റീച്ചിനോ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ തന്നെ ഏറ്റവും വലിയൊരു ഡിസാസ്റ്ററാണ് ശരിക്കും ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്ട് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മിസ്ലീഡിങ് ആയിട്ട് ഇവർക്ക് പറയാൻ പറ്റുന്നത്? ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണ്ടേ പറയാനായിട്ട്? അത് ജസ്റ്റ് ഒരു കോമൺ സെൻസ് അല്ലേ? എന്ത് കേട്ട ഉടനെ തന്നെ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ എടുത്തിടാന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും നമുക്ക് സഹിക്കാൻ പറ്റാത്തതിന് അപ്പുറമായിട്ടുള്ളൊരു മിസ്ലീഡിങ് ന്യൂസ് ആയിട്ടാണ് ഒരു സയൻസ് ലവറിനനുസരിച്ച് എനിക്ക് തോന്നുന്നത്. നാസ വെറുതെ ഒരു സിമുലേഷൻ അല്ല ഇവിടെ നടത്തിയത്. ആ സിമുലേഷനിലൂടെ
അത് 2038 നമുക്ക് റിസൾട്ടിൽ കിട്ടിയത്. അപ്പോൾ അടുത്ത 14 വർഷത്തേക്ക് നമ്മുടെ ആ ഒരു ടെക്നോളജിക്കൽ ഗ്രോത്ത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്ന് ഇടിക്കുകയാണെങ്കിൽ, സിറ്റുവേഷൻ ആണ് കേട്ടോ, ഉണ്ടാക്കിയെടുത്ത സിറ്റുവേഷൻ ആണ്, ഈ ഒരു സംഭവം നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു ശരിക്കും ചോദ്യം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ശരിക്കും ഒരു സാഡ് റിയാലിറ്റി ഇപ്പോഴത്തെ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട്, അതായത് നമ്മൾ ഇത്ര 14 വർഷം കൊണ്ട് നമ്മുടെ ടെക്നോളജി കുറച്ചൊക്കെ വളരുമല്ലോ. അപ്പോൾ ആ ഒരു സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സംഭവത്തിന്റെ ഇമ്പാക്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്, നമ്മുടെ ഒരു ടെക്നോളജി വെച്ച് സാധിക്കില്ല എന്നുള്ളതാണ് ശരിക്കും അതിന്റെ സാഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു കൊടുങ്കാട്ടിൽ ഒരു ചെറിയ പാറക്കഷ്ണത്തിൽ ജീവിക്കുന്ന ചെറിയൊരു ജീവി മാത്രമാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചാലും നമ്മുടെ യൂണിവേഴ്സിന് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാവില്ലാതെ എന്ത് സംഭവിച്ചാലും നമ്മൾ ഹ്യൂമൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തോന്നിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇവന്റ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ ആദ്യത്തെ ഒരു പ്ലാനറ്ററി ഡിഫൻസ് സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ ഡാർട്ട് എന്ന് പറഞ്ഞ മിഷൻ. അതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് ആ വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ നല്ല രീതിയിൽ റീച്ച് കയറിയ ഒരു വീഡിയോ കൂടിയായിരുന്നു അത്. അപ്പോൾ ആ ഒരു മിഷൻ 100% സക്സസ്ഫുൾ ആയിരുന്നെങ്കിലും ആ ഒരു മിഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്തത് റിലേറ്റീവ്ലി ചെറിയൊരു ആസ്ട്രോയിഡിലായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു സംഭവത്തിൽ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ആസ്ട്രോയിഡിന്റെ വലുപ്പം എന്ന് പറയുന്നത് 80 മീറ്റർ ടു 800 മീറ്റർ ആണ്. അതായത് ഏകദേശം 1 കിലോമീറ്ററോളം വൈഡ് ആയിട്ടുള്ള ആസ്ട്രോയിഡ് ആണ്. അതായത് ഡാർട്ട് എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ഈ ഒരു ഇത്രയും വലിയൊരു ആസ്ട്രോയിഡിനെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡീവിയേഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഇത് കൂടാണ്ട് ഒരു ആസ്ട്രോയിഡ് വരികയാണെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. അത് ശരിക്കും പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡ്സ് അല്ല, അത് നമ്മുടെ തിയറി മാത്രമാണ്. അതിന്റെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനെ ന്യൂക്ക് ചെയ്യുക എന്നുള്ളത്, അതായത് ആറ്റം ബോംബ് ഉപയോഗിച്ച് ഇതിനെ പൊട്ടിത്തെറിപ്പിച്ച് ചിന്തിച്ച് കളയാന്നുള്ളതാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലേസർ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒരു തരത്തിലുള്ള ത്രസ്റ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഓർബിറ്റ് ചേഞ്ച് ചെയ്യിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, അത് രണ്ടും ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റം ബോംബ് ഉപയോഗിച്ച് പൊട്ടിത്തെറിപ്പിക്കുന്നത്, അതിനെപ്പറ്റി ഞാൻ അധികം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്ന് അറിയോ, നമ്മൾ ഈ സംഭവത്തിനെ ഒരു ബോംബ് വെച്ച് പൊട്ടിച്ചു എന്ന് വിചാരിക്കാം, അതിങ്ങനെ ഒരുപാട് കല്ലുകളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റഡ് ആവും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നേരത്തെ ഒരു കല്ലാണ് ശരിക്കും നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കുന്നതെങ്കിൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷം കല്ലുകളായിട്ട് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അത് നമ്മുടെ ഭൂമിയിൽ പല പല സ്ഥലത്തായിട്ട് വന്ന് വീഴുകയും അത് വളരെ അധികം ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ന്യൂക്ക് ഇട്ട് അല്ലെങ്കിൽ ഒരു ബോംബ് ഇട്ട് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്തൊരു സംഭവമാണ്. പിന്നെ രണ്ടാമത്തെ മെത്തേഡാണ് ശരിക്കും ലേസേഴ്സ് ഉപയോഗിക്കുന്നത്. അതായത് ഹൈ പവർ ലേസേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഭൂമിന് ചുറ്റുന്ന ഒരു സാറ്റലൈറ്റിൽ നിന്ന് ഒരു ഹൈ പവർ ലേസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വരുന്ന ആസ്ട്രോയിഡിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ബീം ചെയ്യിക്കും. അപ്പോൾ ഈ ലേസർ ഈ ആസ്ട്രോയിഡിനെ ബീം ചെയ്യിക്കുമ്പോൾ ആ ലേസർ ഈ ആസ്ട്രോയിഡിന്റെ സർഫസിനെ ചെറുതായിട്ടൊന്ന് ഡിസ്ട്രോയ് ചെയ്യിക്കാൻ തുടങ്ങും, അതായത് ചെറുതായിട്ട് ഇങ്ങനെ ഡിഫോം ചെയ്യിക്കാൻ തുടങ്ങും. അതായത് ഹൈ പവർ ലേസേഴ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടുത്തെ മെറ്റീരിയൽസ് പയ്യെ ഡീമെറ്റീരിയലൈസ് ആയിട്ട് അതിങ്ങനെ സ്മോക്ക് ആവുകയും ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു തരത്തിലുള്ള ത്രസ്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ സംഭവം വരുന്ന ഓർബിറ്റ് പയ്യെ ചേഞ്ച് ചെയ്യും. അതായത് ഇത്രയും വലിയ കല്ല് വരുന്ന ഓർബിറ്റ് പയ്യെ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ചേഞ്ച് ചെയ്യുന്ന നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ചെറിയൊരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു 1/2 ഡിഗ്രിയോ ചെറിയൊരു ഡിഗ്രി അവിടെ ഓർബിറ്റിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഭൂമിയുടെ അടുത്തേക്ക് വരുംതോറും ആ ഡീവിയേഷൻ, ആ ഒരു ഗ്യാപ്പ് വലുതായി ഇങ്ങനെ മാഗ്നിഫൈ ചെയ്ത് വരും. ഇങ്ങനെ സിറ്റുവേഷൻ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ആസ്ട്രോയിഡിന്റെ ഓർബിറ്റ് നമ്മുടെ ഭൂമിയിൽ ഇടിപ്പിക്കാണ്ട് ഒരു സേഫ് ഡിസ്റ്റൻസിൽ ഇങ്ങനെ ഭൂമിയുടെ അടുത്തോടെ ഇങ്ങനെ വിടാൻ പറ്റും. അപ്പൊ ഇതാണ് ശരിക്കും ലേസറിന്റെ ടെക്നിക്കോ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച സംഭവങ്ങളൊന്നല്ല, ഇതിനെപ്പറ്റി ഞാൻ വായിച്ച കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ്സ് ആണ് ശരിക്കും നമ്മുടെ ഇപ്പോൾ ഉള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ളത് ആകെ ഒരു ആസ്ട്രോയിഡിനെ ചുറ്റുന്ന ഒരു ചെറിയൊരു ആസ്ട്രോയിഡിനെ അതിന്റെ ഓർബിറ്റൽ സ്പീഡ് കുറച്ച ഒരു ചെറിയ ഡാർട്ടിന്റെ മിഷൻ മാത്രമാണ് നമുക്ക് ഒരു പ്ലാനറ്ററി ഡിഫൻസ് എന്നായിട്ടൊക്കെ പറയാൻ പറ്റുന്നത്. ഓക്കെ, അതല്ലാണ്ട് നമുക്ക് വേറൊരു സംഭവം നമ്മുടെ ഭൂമിനെ രക്ഷിക്കാൻ, ഭൂമി പോട്ടെ നമ്മുടെ ഹ്യൂമാനിറ്റീനെ രക്ഷിക്കാനായിട്ട് വേറൊരു സംഭവം ശരിക്കും ഇപ്പോൾ നമ്മുടെ മനുഷ്യരുടെ ടെക്നോളജീന്റെ ആ ഒരു ലിമിറ്റിലില്ല. അതാണ് ശരിക്കും സാഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ മിസ്ലീഡിങ് ആയിട്ടുള്ള വീഡിയോസും പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നാസ പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ
അതിൻ്റെ സാഡ് റിയാലിറ്റിയാണ് ശരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കൂടിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സംഭവത്തെ, ഈ ഒരു സിറ്റുവേഷനെ, നമ്മുടെ ഹ്യൂമാനിറ്റിനെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.